പ്രിയ ദൈവജനമേ, മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 14-15 വാക്യങ്ങളിലെ സുവിശേഷ ഭാഗമാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറ തോഴർക്ക് ദുഃഖിക്കാൻ സാധിക്കില്ലെന്നും എന്നാൽ അവൻ വേർപിരിയുന്ന കാലം വരുമെന്നും അപ്പോൾ അവർ ഉപവസിക്കുമെന്നും ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നു. കേവലം ആചാരപരമായ ഒരു അനുഷ്ഠാനം എന്നതിലുമുപരി ദൈവത്തോടുള്ള സ്നേഹബന്ധത്തിൻ്റെ പ്രകടനമാകണം നമ്മുടെ ഉപവാസമെന്ന് കർത്താവായ യേശുക്രിസ്തു ഇവിടെ വ്യക്തമാക്കുന്നു. ബാഹ്യമായ പ്രകടനങ്ങളെക്കാൾ ഹൃദയത്തിൻ്റെ നൈർമല്യമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ പാപങ്ങൾ നിമിത്തം നമ്മിൽ നിന്ന് അകന്നുപോയ ദൈവ സാന്നിധ്യത്തെ തിരികെ പിടിക്കാനുള്ള തീവ്രമായ ആഗ്രഹമാണ് ഓരോ നോമ്പുകാലവും. ദൈവത്തോടുള്ള ഗാഢമായ സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഉപവാസം നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കുകയും ദൈവഹിതത്തിന് അനുരൂപമാക്കുകയും ചെയ്യുന്നു. പ്രിയ ദൈവജനമേ, ഈ വചനം നൽകുന്ന ഉൾക്കാഴ്ച അനുസരിച്ച് ക്രിസ്തുവാകുന്ന മണവാളനെ നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമായി സ്വീകരിക്കാൻ നാം ഓരോരുത്തരും ഇന്നേ ദിവസം വിളിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിൻ്റെ സാന്നിധ്യമില്ലാത്ത നിമിഷങ്ങളാണ് യഥാർത്ഥത്തിൽ ദുഃഖകരമെന്നും ആ വേർപാട് ഞാനാണ് നാം പ്രാർത്ഥനയിലും ഉപവാസത്തിലും മുഴുകേണ്ടതെന്നും സഭ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആത്മീയമായ ഉണർവിനും മാനസാന്തരത്തിനുമുള്ള വഴിയായി ഉപവാസത്തെ മാറ്റുമ്പോൾ നാം ക്രിസ്തുവിനോട് കൂടുതൽ അടുക്കുകയാണ് ചെയ്യുക. ലോകത്തിൻ്റെ ആനന്ദങ്ങളിൽ നിന്ന് മാറി നിന്ന് സ്വർഗീയ സന്തോഷത്തിനായി നമ്മെ തന്നെ ഒരുക്കേണ്ട സമയമാണിത്. ഹൃദയത്തിലെ അഹങ്കാരവും സ്വാർത്ഥതയും വെടിഞ്ഞ് വിശുദ്ധിയോടെ ഈ നോമ്പുകാലം പൂർത്തിയാക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം തൻ്റെ അനന്തമായ കൃപയാൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.